ഒരു കാലിൽ മന്തുള്ളവൻ മറ്റേ കാലിൽ മന്തുള്ളവനെ കുറ്റം പറയുന്നത് എങ്ങനെയിരിക്കും? അതായത് വലത് കാലിൽ മന്തുള്ളവൻ ഇടത് കാലിൽ മന്തുള്ളവനെ കുറ്റം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെയാണ് ഇന്നിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രായു മൊലാളിയുടെ വർഗീയതയെ സംബന്ധിച്ചുള്ള പരാമർശം. ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണത്രേ. അപ്പോൾ സംഘപരിവാർ ബോത്താർ മാത്തമാറ്റിക്സ് എന്ന നാട്ടുകാർക്കറിയാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ കുറച്ച് തീവ്രത കുറവാണ്, അവൻ കൂടുതലാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നാട്ടുകാർക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. രണ്ടും ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത ശല്യം തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാളെ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾ മഹാന്മാരാണെന്ന് സ്വയം ചമയാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ ഈ പ്രതികരണം കേൾക്കുമ്പോൾ രായു മൊലാളിയോട് ആദ്യമേ പറയാനുള്ളൂ. അല്ല, ഇവർക്ക് വായിക്കാനറിയില്ലേ? ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാറില്ലേ? അവരുടെ ഐഡിയോളജി അല്ലേ അത്? അവരുടെ അഗേൻസ്റ്റ് FIR ഇടുന്ന ആവശ്യമുണ്ടോ? ഇതെന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇത് ഞങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? അല്ല, VD സതീശൻ എന്നും പറഞ്ഞോട്ടെ, ഇതല്ല സത്യം. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ ശരിയ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ്, ഞങ്ങൾ ആന്റി ഡെമോക്രസി പാർട്ടിയാണ്. എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത്. അതൊരു എത്തത്താപ്പല്ലേ? അതൊരു ഹിപ്പോക്രസി അല്ലേ? പറയട്ടെ അവര് ഞങ്ങൾ ഹിപ്പോക്രസി പാർട്ടിയാണെന്ന്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്ന് ജയിലയക്കാനല്ല പറഞ്ഞത്.